കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫസ്റ്റ് എന്ന പേപ്പർ ആണ്. ഇവിടെ നമ്മൾ ഇഗ്നോ പല വർഷങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള എക്സാമിനേഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്തായി അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തവണ ഡിസംബർ എക്സാമിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്തു പോവേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഡോക്യുമെന്റ് റോഡ് മാപ്പ് അഥവാ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. BHIC 101 എന്നുള്ള ഈ ഒരു പേപ്പറിനെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്സിന്റെ അകത്തും ഡിഫറെന്റ് യൂണിറ്റ്സും വരുന്നുണ്ട്. ഓരോ യൂണിറ്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും വരുന്നുണ്ട്. അപ്പം ഈ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ്, ഓരോ ടോപ്പിക്കിനെയും നമ്മൾ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്, ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്, മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായി എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാമിന് സാധാരണയായിട്ട് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യനും എത്രത്തോളം മാർക്സ് ആണ് ഉണ്ടാവുക, അതിന് നമ്മൾ എത്രത്തോളം ആൻസേഴ്സ് എഴുതേണ്ടി വരും എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏകദേശം 10ഓളം വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, വേദിക് സൊസൈറ്റി, ബുദ്ധിസം, ജൈനിസം, മൗര്യൻ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഇതൊക്കെ ഷുവർ ഷോർട്ട് ഏരിയാസ് ആണ്. എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ്. സോ അങ്ങനെ നമുക്ക് ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ എക്സാമിന് വരുന്ന ഉറപ്പുള്ള ചില ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഹൈ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്, ലോ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്, മീഡിയം പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കും ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ അതേ സ്കോറും ആ ഒരു ടൈമും വെച്ചുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നമ്മൾ മെത്തഡോളജി നോക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
അതിലൂടെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സിന് ഇനി ഇത്തവണ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇത്തവണയും ചോദിക്കാൻ ചാൻസസ് ഉള്ളത്, ആ ടോപ്പിക്സിനെ ഏത് രീതിയിൽ പഠിക്കണം. അപ്പം ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ തന്നെ പ്ലാൻ ചെയ്യുന്നതും അത് കണ്ടക്ട് ചെയ്യുന്നത്. അതിനൊരു മെയിൻ മെത്തഡോളജി എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഇവിടെ ഒരു ടോപ്പിക്ക് ഹൈ റെലവെന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്നും 10 അതിൽ കൂടുതൽ തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം, എങ്കിൽ അതെന്താണ്, ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി ഒരു 5 to 9 ടൈംസ് ആണ് എക്സാമിന് ആ ഒരു ടോപ്പിക് ചോദിച്ചത് എങ്കിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബിലോ 5 ടൈംസ് ആണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ബ്ലോക്ക് 1-ൽ നിന്നുള്ള ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1-ലെ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പം ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക് ആണ് സ്റ്റഡിയിങ് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസെപ്റ്റ് ആൻഡ് ക്രോണോളജി. ഇത് ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്, കാരണം 11 തവണയാണ് എക്സാമിന് ചോദിച്ചത്, അതായത് 10-ൽ കൂടുതലാണ്. സോ അതൊരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 2-ൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക് ആണ് സോഴ്സസ്, ആർക്കിയോളജിക്കൽ, എപ്പിഗ്രഫിക് ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത്. ഇത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, കാരണം 7 തവണയെ ചോദിച്ചിട്ടുള്ള ഒരു 5 to 9 ടൈംസിന്റെ ഇടയിൽ വരുന്നതാണ്. സോ അതൊരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മൾ യൂണിറ്റ് 3-ല് പാലിയോളിത്തിക് ഹണ്ടർ ആൻഡ് ഗാദറേഴ്സ് എന്നുള്ള ടോപ്പിക്കും മീഡിയം റെലവെന്റ് ആണ്, കാരണം 6 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4-ലെ മെസോളിത്തിക്, നിയോളിത്തിക് ആൻഡ് കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കാരണം 5 തവണയാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5-ലെ ട്രാൻസിഷൻ ടു ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഏർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കാരണം 4 തവണയെ ചോദിച്ചിട്ടുള്ളൂ. എന്താണ്, 5-ൽ കുറവ് തവണയാണ്. സോ അതൊരു ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 2-ൽ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2-ൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 6-ൽ നിന്നുള്ള ടോപ്പിക് ആണ് ഒറിജിൻസ് ആൻഡ് ക്രോണോളജി ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 9 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 7-ലെ മറ്റൊരു ടോപ്പിക് ആണ് അർബൻ പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെറ്റീരിയൽ കൾച്ചർ. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 8-ലെ ഹാരപ്പൻ ഇക്കോണമി, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് നെറ്റ്വർക്ക്സ്. ഇതും മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്, 9 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 9-ലെ സോഷ്യൽ സ്ട്രക്ചർ, റിലീജിയൻ, ഡീക്ലൈൻ ആൻഡ് ലേറ്റ് ഹാരപ്പൻ ഫേസസ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഇനി നമ്മൾ ബ്ലോക്ക് 3-ൽ നോക്കുന്ന സമയത്ത് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 3-ൽ വരുന്നത്. അതിൽ യൂണിറ്റ് 10-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് ഏർലി വേദിക് സൊസൈറ്റി, പൊളൈറ്റി ആൻഡ് പാസ്റ്ററൽ എക്കോണമി എന്നുള്ളത്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 11-ലെ മറ്റൊരു ടോപ്പിക് ആണ് ലേറ്റർ വേദിക് ട്രാൻസ്ഫോർമേഷൻസ്, അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് വർണ്ണ ഓർഡർ. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 12-ല് ഒരു ടോപ്പിക് ആണ് സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് മഹാജനപദാസ്. ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണ്, 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 13-ലെ ബുദ്ധിസം, ടീച്ചിങ്, സംഘ ആൻഡ് സ്പ്രെഡ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 12 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 14-ലെ ജൈനിസം ആൻഡ് അതർ ബ്രാഹ്മണിക് ട്രഡീഷൻസ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. നെക്സ്റ്റ് ബ്ലോക്ക് 4-ൽ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4-ൽ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിലെ യൂണിറ്റ് 15-ൽ നിന്നുള്ള ടോപ്പിക് ആണ് പേർഷ്യൻ മാസിഡോണിയൻ ഇൻവേഷൻ ആൻഡ് കണ്ടീഷൻസ് ഫോർ എംപയർ എന്നുള്ളത്. മീഡിയം റെലവെന്റ് ആണ്, 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 16-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് മൗര്യൻ സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഹൈ റെലവെന്റ് ആണ്, 11 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 17 മൗര്യൻ ഇക്കോണമി, സൊസൈറ്റി ആൻഡ് അശോകാസ് എന്നുള്ള ടോപ്പിക്, അശോകാസ് ധമ്മ എന്നുള്ള ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്, 9 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 18-ൽ
പോസ്റ്റ് മൗര്യൻ പൊളൈറ്റീസ് ആൻഡ് റീജിയണൽ കിങ്ഡംസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്, 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 19 ഫാമിലി, ജെൻഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ഏർലി ഇന്ത്യ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്, 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. സോ ഇങ്ങനെ 19 യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ ടോട്ടൽ ഉള്ളത്. അതിൽ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഇതിന്റെ തന്നെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ബാർ ചാർട്ട്. അതിൽ എക്സ് ആക്സിസിലായിട്ട് നമുക്ക് ബ്ലോക്സും വൈ ആക്സിസിലായിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. സോ ഇവിടെ ബ്ലോക്സിനെ B1, B2, B3, B4 എന്നാണ് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും B3 എന്ന് പറയുന്നതാണ് ഹൈ ആയിട്ട് കാണുന്നത്, അതായത് ബ്ലോക്ക് 3യിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ബ്ലോക്ക് 4ൽ നിന്നും ബ്ലോക്ക് 2ൽ നിന്നും ബ്ലോക്ക് 1ൽ നിന്നും അതിലും കുറവ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ബ്ലോക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 3യിൽ നിന്നുമാണ്. ദെൻ ഇവിടെ ഒരു ഹീറ്റ് മാപ്പും കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് കോൺസെപ്റ്റുവൽ ടോപ്പിക്സിനെയും ടോപ്പ് 3 ഹൈ ഈൽഡ് തീം ടോപ്പിക്സിനെയും കുറിച്ചിട്ടാണ്. നമുക്ക് 3 ഹൈ ഈൽഡ് കോൺസെപ്റ്റുവൽ ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് 2ൽ നിന്നുള്ള സോഴ്സസ് ഫോർ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഏൻഷ്യൻ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് വരുന്നുണ്ട്, ലിറ്റററി സോഴ്സസും വരുന്നുണ്ട്, ദെൻ ഫോറിൻ അക്കൗണ്ട്സും അതിൽ ഉണ്ടാവുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ദെൻ യൂണിറ്റ് 12 സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് മഹാജനപദാസ്. നമ്മളുടെ സെക്കൻഡ് അർബനൈസേഷൻ പീരീഡ്, മഹാജനപദാസിന്റെ റൈസ്, അതിൽ തന്നെ 16 മഹാജനപദാസ് വരുന്നുണ്ട്. 16 മഹാജനപദാസിൽ തന്നെ മഗധയാണ് കൂടുതൽ പവർഫുൾ ആവുന്നത്. അപ്പം അതിന്റെ റീസണും മഗധ എന്തുകൊണ്ട് പവർഫുൾ ആയി എന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ തേർഡ് വൺ യൂണിറ്റ് 16ൽ നിന്നുള്ള മൗര്യൻ സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പല സെഷൻസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇനി നമ്മൾ ടോപ്പ് 3 ഹൈ ഈൽഡ് തീം ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് 7ൽ നിന്നുള്ള ഹാരപ്പൻ അർബൻ പ്ലാനിങ് എന്നുള്ളതാണ്. ദെൻ യൂണിറ്റ് 13 ബുദ്ധിസവും യൂണിറ്റ് 19ൽ നിന്നുള്ള ജെൻഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച്. സോ ഇങ്ങനെ 6 ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്താം. നെക്സ്റ്റ് നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് ഈ ഒരു പേപ്പറിൽ നിന്നും സാധാരണയായിട്ട് ഏതൊക്കെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അഥവാ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 15 to 20 മാർക്സ് ആയിരിക്കും എസ്സേസിന് ഉണ്ടാവുക. 350 to 400 വേർഡ്സിലായിരിക്കണം നമ്മളത് എഴുതേണ്ടത്. സോ ഇവിടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിൻ്റെ ഒരു ഹിസ്റ്റോറിയോഗ്രഫിക്കൽ അവയർനെസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ 10 to 12 മാർക്സ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക. 250 to 300 വേർഡ്സിലാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹാരപ്പൻ അർബാനിസം, ബുദ്ധിസം, മൗര്യൻ പൊളൈറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. ദെൻ തേർഡ് ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. 5 to 6 മാർക്ക് ആയിരിക്കും ഷോർട്ട് നോട്ട്സിന് ഉണ്ടാവുക. 150 to 200 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വലിച്ചു വാരി എഴുതാതെ എന്താണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അല്ല ഇവന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്താം. ദെൻ ഫോർത്ത് വൺ ഷോർട്ട് ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 2 to 4 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. 50 to 80 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ കീ ടേംസ്, ഡേറ്റ്, ടെക്സ്റ്റ്, ഫാക്ച്വൽ ഡീറ്റെയിൽസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മാപ്പ് ഓർ സോഴ്സ് ബേസ്ഡ് ഐറ്റംസ് ആണ്. അപ്പം പൊതുവെ ഇങ്ങനെ യൂഷ്വലായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറില്ല, ഒക്കേഷണലായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഇവിടെ നമുക്ക് 5 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. 100 വേർഡ്സിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളോട് ഏതെങ്കിലും ഒരു റീജിയന്റെ മാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിന്റെ ഭാഗമോ തന്നിട്ട് അതിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മളോട് എഴുതുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം.
ദെൻ MCQ ന്യൂമറിക്കൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പം നമ്മളുടെ BHIC 101 എന്നുള്ള പേപ്പറിൽ ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഇനി ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, അപ്പം യൂഷ്വലായിട്ട് വരുന്നത് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ലോങ് ആൻസർ ഓർ essay ക്വസ്റ്റ്യൻസ് ആണ്. 50 to 20 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. 350 to 400 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആ ഒരു ഇൻട്രൊഡക്ഷനിലായിരിക്കണം നമ്മൾ എന്ത് തീമാണോ അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, അതിനെ കുറിച്ച് പറയാം. ദെൻ നമ്മൾ മെയിൻ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യാം. ഇതോടുകൂടി ഇൻട്രൊഡക്ഷൻ കഴിയുന്നു. ദെൻ മെയിൻ ബോഡി ആണ് വരുന്നത്. മെയിൻ ബോഡിയിൽ ഒരു 3 അല്ലെങ്കിൽ 4 ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഓരോ ആർഗ്യുമെന്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ദെൻ കൺക്ലൂഷനും കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ, നമ്മൾ ആ ഒരു അതിൽ നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു കാര്യത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് നെറേറ്റ് ചെയ്യാതെ അതിനെ അനലൈസ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. നമ്മൾ എഴുതുന്ന ഓരോ ടേംസും ഓരോ ഡേറ്റ്സും കൃത്യമാണ് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്താം. ദെൻ രണ്ടാമത്തത് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ടിപ്പിക്കലി ഒരു 10 to 12 മാർക്സ് ആയിരിക്കും മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക. സോ ഇവിടെ നമ്മളോട് ഒരു 250 to 300 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അതെന്താണ് എന്നുള്ള ഒരു തീം നമ്മൾ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ മെയിൻ ബോഡിയിലാണ് ഒരു വാട്ട് എന്നതിലുപരി ഹൗ ഓർ വൈ എന്നുള്ള ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ കൊടുക്കുന്ന ഓരോ ആർഗ്യുമെന്റ്സിനും എന്താണ് മിനി ഹെഡിങ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഒരു 5 to 6 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഇതാണ് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ദെൻ തേർഡ് വൺ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് നോട്ടിന് 5 to 6 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. 150 to 200 വേർഡ്സിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. സോ ഇവിടെ നമ്മൾ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കാര്യത്തെ അതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒന്നും ലോസ് ആവാതെ അതിനെ കംപ്രസ് ചെയ്യാന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സൈറ്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇവന്റ് അതിനെ സമ്മറൈസ് ചെയ്ത് എഴുതാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അശോകന്റെ ദമ്മ അല്ലെങ്കിൽ മഹാജനപദ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്തില്ല. ഈ ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെ കൂടുതലായിട്ട് നമ്മൾ എന്താക്കണ്ട, വൈഡ് ആയിട്ട് എഴുതണ്ട. കാര്യം എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് എന്നുള്ളത് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. പിന്നെ അതിലെ കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ട് അത് വാരി വലിച്ച് എഴുതാതെ അതിനെ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതാം. ദെൻ ഫോർത്ത് വൺ ഷോർട്ട് ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി 2 to 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണിത്. 50 to 80 വേർഡ്സിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുക. ടിപ്പിക്കലി നമ്മളോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഡിഫൈൻ സെക്കൻഡ് അർബനൈസേഷൻ അല്ലെങ്കിൽ ഹൂ വർ ദ ബ്രാഹ്മണാസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഇവിടെ നമ്മൾ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ ആ ഒരു കോർ ഐഡിയ നമ്മൾ കൊടുക്കുക. പിന്നെ ഒരു 2 to 3 സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് ഒരു ഷോർട്ട് ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്സ്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെൻറ്റേജിന്റെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ബ്ലോക്ക് 1 കോൺസെപ്റ്റ് സോഴ്സസ് പ്രീ ഹിസ്റ്ററി ഇതിൽ 24% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 24 ആണ് ആവറേജ് മാർക്ക്. ബ്ലോക്ക് 2 ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ഏർലി അർബാനിസം എന്നുള്ളതിൽ നിന്നും 23% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 23 ആണ്. ബ്ലോക്ക് 3 വേദിക് ഏജ്, സെക്കൻഡ് അർബനൈസേഷൻ, ബുദ്ധിസം ആൻഡ് ജൈനിസം എന്നുള്ളതിൽ നിന്നും 28% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 28 ആണ് ആവറേജ് മാർക്ക്. ബ്ലോക്ക് 4 എംപയർ, മൗര്യൻ സ്റ്റേറ്റ്, പോസ്റ്റ് മൗര്യൻ ആൻഡ് സൊസൈറ്റി എന്നതിൽ നിന്നും 25% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 25 ആണ് ആവറേജ് മാർക്ക്. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും നമുക്കൊരു 4 ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ലോങ് ആൻസർ, മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ, ഷോർട്ട് നോട്ട്സ് ആൻഡ് ഷോർട്ട് ഫാക്ച്വൽ ആൻസേഴ്സ്, ഇങ്ങനെ 4 ടൈപ്പാണ് ഉണ്ടാവുക. സോ ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇതിൽ നമുക്ക് ലോങ് ആൻസർ, ആ ഒരു ബ്ലൂ ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, അതാണ് ലോങ് ആൻസേഴ്സ്. ലോങ് ആൻസേഴ്സ് ഡിസംബർ 2021 അതൊരു 32% ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, 32.5% ആയിരുന്നു എങ്കിൽ, പിന്നെ ജൂൺ 2025 ആകുമ്പോഴേക്കും ഡീക്ലൈൻ ആവാണ്. ഏകദേശം ഒരു 25% ആയിട്ട് അത് ഡീക്ലൈൻ ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഓറഞ്ച് കാണുന്നത് ഡിസംബർ 2021 27.5 അപ്രോക്സിമേറ്റ്ലി ഒരു 28% ആയിരുന്നു എങ്കിൽ, പിന്നെ അത് ജൂൺ 2025 ആകുമ്പോഴേക്കും ഈ മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. ജൂൺ 2025 ആകുമ്പോഴേക്കും അത് 35% കൂടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ, ഷോർട്ട് നോട്ട് ഗ്രീൻ ആണ്. അതിൽ ഇനീഷ്യലി 25% ആയിരുന്നു എങ്കിൽ, ജൂൺ 2025 ആകുമ്പോൾ അതിനൊരു ഡീക്ലൈൻ ആണ് ഉണ്ടാവുന്നത്. ഒരു 23% ഒക്കെ ആയിട്ടാണ് കുറയുന്നത്. ദെൻ നമ്മൾ ഈ ഒരു പിങ്ക് ഷോർട്ട് ഫാക്ച്വൽ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 15% ആയിരുന്നു എങ്കിൽ, പിന്നീട് ജൂൺ 2025 ആകുമ്പോഴേക്കും അത് 18% ആയിട്ട് കൂടുന്നുണ്ട്. സോ ഇവിടെ ലോങ് ആൻസർ എസ്സേസ് 32%-ൽ നിന്നും 24% ആയിട്ട് കുറയുന്നു. മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് 28%-ൽ നിന്നും 35% ആയിട്ട് കൂടുന്നു. ഷോർട്ട് നോട്ട്സ് 25-ൽ നിന്നും 23 ആയിട്ട് കുറയുന്നു. ഷോർട്ട് ഫാക്ച്വൽ ആൻസേഴ്സ് 50%-ൽ നിന്നും 80% ആയിട്ട് കൂടുന്നു. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു പാറ്റേൺ ഹൈലൈറ്റ്സിന്റെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മളുടെ ഈ ഒരു മീഡിയം ലെങ്ത് വരുന്ന അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാധാന്യം അർഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇനീഷ്യലി കുറച്ച് മാത്രമേ ഇത് ചോദിച്ചെങ്കിൽ, ജൂൺ 2025 എത്തുമ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മളുടെ ലോങ് എസ്സേസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് നോക്കുന്ന സമയത്ത്, ലോങ് എസ്സേസ് ഇമ്പോർട്ടന്റ് ആണ്, അത് എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ എണ്ണം കുറഞ്ഞിട്ട് അതിന്റെ പകരമായിട്ട് ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും അതിന്റെ എണ്ണം കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസും ഒരു റൈസ് ആണ് ഉണ്ടാവുന്നത്, അതിന്റെയും ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലോങ് എസ്സേസ് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ എണ്ണം കുറഞ്ഞു, പകരം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. ഷോർട്ട് നോട്ട്സിന്റെ എണ്ണം കുറയുന്നുണ്ട്, ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാനും തുടങ്ങി. നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോർ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പ്, ടൈം മാനേജ്മെന്റ് ഫോർ എ 3 hour 100 മാർക്ക് പേപ്പർ. ഒരു 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ നമുക്ക് 3 hours ആണ് ഉണ്ടാവുക. അതിൽ ടൈം ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൽ ഒരു 25-30% മൊത്തം മാർക്കിന്റെ ഏകദേശം 25-30% മാർക്ക് ലോങ് എസ്സേസിനാണ് ഉണ്ടാവുക. ദെൻ മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ഒരു 1/3 ആണ് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും. ആൻഡ് ഷോർട്ട് നോട്ട്സ് ഒരു 1/4, ഒരു 25% ആണ് ഷോർട്ട് നോട്ട്സ് വരുന്നത്. ബാക്കി വരുന്നത് ഷോർട്ട് ഫാക്ച്വൽ ആൻസേഴ്സ് ആണ്. ഇപ്പൊ ടോട്ടൽ ഒരു 180 മിനിറ്റ് എക്സാമിൽ നിങ്ങൾ ഇവിടെ എസ്സേസിന് 50 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം. ദെൻ മീഡിയം ലെങ്ത് ആൻസേഴ്സിന് ഒരു 60 മിനിറ്റ്സും, ദെൻ ഷോർട്ട് നോട്ട്സിന് 40 മിനിറ്റ്സും, ഷോർട്ട് ഫാക്ച്വൽ ഐറ്റംസിന് 30 മിനിറ്റ്സും സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം എക്സാം ഹാളിൽ കയറി ഉടൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വിക്കായിട്ട് തന്നെ ഒന്ന് റീഡ് ചെയ്ത് പോവുക. ദെൻ ഓരോന്നിനും, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ്സേസിന് 50 മിനിറ്റ്സ്, മീഡിയം ലെങ്ത് ക്വസ്റ്റ്യൻസിന് 60 മിനിറ്റ്സ്, ഷോർട്ട് നോട്ടിന് 40 മിനിറ്റ്, ഷോർട്ട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് 30 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാം.
ദെൻ ആ ഒരു ലാസ്റ്റ് ഉള്ള ടൈം 10 minutes, ആ ഒരു 10 minutes-ലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതും ദെൻ ഫൈനലി ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടില്ലേ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടില്ലേ, ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനും ഒരു 10 minutes എക്സാം തുടങ്ങുന്ന, അതായത് എഴുതുന്നതിന്റെ 10 minutes-ന് എഴുതുന്നതിന്റെ മുമ്പായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതും നമ്മൾ ഒരു മാർക്ക് അലക്കേറ്റ് ചെയ്ത് ടൈം അലക്കേറ്റ് ചെയ്ത് വെക്കുന്നതും ഫൈനലി നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ 10 minutes സ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്. ഇപ്പൊ 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ അർബൻ സെന്റേഴ്സ്. 6 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേത്, എക്സ്പ്ലെയിൻ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി ആൻഡ് ലേറ്റർ വേദിക് സൊസൈറ്റി. 5 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ, അനലൈസ് ദ കോസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ദ ഗംഗ വാലി. 4 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് വൺ, എക്സാമിൻ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് ദ റീസൺസ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം. 5 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ 6 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അസസ് ദ നേച്ചർ ഓഫ് മൗര്യൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മൗര്യൻ സ്റ്റേറ്റിന്റെ നേച്ചറും അതിന്റെ അഡ്മിനിസ്ട്രേഷനെയും കുറിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ സിക്സ്ത് വൺ, ക്രിറ്റിക്കലി ഇവാലുവേറ്റ് അശോകസ് ധമ്മ. അശോകന്റെ ധമ്മയെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ സെവൻത് വൺ, റൈറ്റ് എ നോട്ട് ഓൺ ദ സോഴ്സസ് യൂസ്ഡ് ഫോർ റീകൺസ്ട്രക്ടിങ് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി. 4 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സസ്. ദെൻ എയ്ത്ത് വൺ, ഡിസ്കസ് ദ എമർജൻസ് ആൻഡ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ മഹാജനപദാസ്. മഹാജനപദാസിന്റെ മെയിൻ ഫീച്ചേഴ്സും അതിന്റെ എമർജൻസിനെയും കുറിച്ചിട്ട് എഴുതാനാണ്. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നയൻത്ത് വൺ, എക്സ്പ്ലെയിൻ ദ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് ജൈനിസം ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ബേസ്. ജൈനിസത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 10th വൺ, ഡിസ്കസ് ദ പൊസിഷൻ ഓഫ് വിമൻ ആൻഡ് ദ ഫാമിലി ഇൻ ഏർലി ഇന്ത്യൻ സൊസൈറ്റി. 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് ഹാരപ്പൻ അർബൻ സെന്റേഴ്സ് എന്നുള്ള യൂണിറ്റ് 7-ൽ നിന്നുള്ള ടോപ്പിക്കിന്റെ ആവറേജ് മാർക്ക് 15 ആയിരുന്നു. 6 തവണയാണ് ഇത് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 11-ല് ഏർലി വേദിക് പീരീഡ് ലേറ്റർ വേദിക് സൊസൈറ്റി എന്നുള്ളത് ആവറേജ് മാർക്ക് 12 ആയിരുന്നു. 5 തവണയാണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 12-ലെ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഗംഗ വാലി എന്നുള്ളത് 12 ആയിരുന്നു ആവറേജ് മാർക്ക്. 4 തവണയാണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 13-ലെ ബുദ്ധാസ് ടീച്ചിങ്സ് ആൻഡ് സ്പ്രെഡ് എന്നുള്ളതിന് 15 ആയിരുന്നു ആവറേജ് മാർക്ക്. 5 തവണയാണ് ചോദിച്ചത്. യൂണിറ്റ് 16-ലെ മൗര്യൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 15 ആയിരുന്നു. 6 തവണയാണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 17-ലെ അശോകസ് ധമ്മ എന്നുള്ള ടോപ്പിക് 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 4 തവണയാണ് ചോദിച്ചത്. യൂണിറ്റ് 2-ലെ സോഴ്സസ് ഫോർ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളത് 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 4 തവണയാണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 12-ലെ എമർജൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മഹാജനപദാസ് എന്നുള്ളത് 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 4 തവണയാണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 14-ലെ ജൈനിസം ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ബേസ് എന്നുള്ളത് 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. യൂണിറ്റ് 19-ലെ വിമൻ ആൻഡ് ഫാമിലി ഇൻ ഏർലി ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള ടോപ്പിക്ക് 8 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 27 to 30% ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. ബാക്കി 72.5% ആണ് അതർ ക്വസ്റ്റ്യൻസ്. നമ്മളെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, ഹൗ ടു പ്രാക്ടീസ് ദിസ് റിപ്പീറ്റ്സ്. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡ്രിൽ അണ്ടർ ടൈം. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. അപ്പം ആ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ലോങ് ആൻസർ ആയിട്ട് തന്നെ എഴുതി നോക്കുക. അതിലൊരു 5 മിനിറ്റിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. ദെൻ ഒരു 12 to 15 മിനിറ്റ്സിൽ നിങ്ങളത് ലോങ് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അത് എഴുതി നോക്കുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ 3 മിനിറ്റിൽ ഔട്ട്ലൈൻ തയ്യാറാക്കുക. 8 to 10 മിനിറ്റ്സിൽ ആ ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ ടോപ്പിക്സും ഏകദേശം 2 തവണ ഒരു ടൈം അനുസരിച്ച് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ്, ബിൽഡ് മാസ്റ്റർ ആൻസർ ബ്ലൂ പ്രിന്റ്സ്.
ഇവിടെ ഓരോ ടോപ്പിക്സിലും നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡൽ ആൻസർ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിൽ ഹെഡിങ്സ് കൊടുക്കുക, സബ് പോയിന്റ്സ് കൊടുക്കുക, എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡൽ ആൻസർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദെൻ അതിനുശേഷം ആ സെയിം ടോപ്പിക്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Then rotate across blocks. In every mock session, pick one repeat from each major block. So your revision stays balanced rather than over-focused on a single area. അപ്പം ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ നിന്ന് മാത്രം ടോപ്പിക് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സിൽ നിന്നും ഡിഫറെൻറ്റ് ടോപ്പിക്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മൾ ഈ 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ, ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ഏകദേശം ഒരു 2 തവണയെങ്കിലും ആ ഒരു ടൈം എടുത്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂണിറ്റ് 1-ൽ നിന്നുള്ള സ്റ്റഡിങ് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി കോൺസെപ്റ്റ് ആൻഡ് ക്രോണോളജി എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലായിട്ടാണ് വരുന്നത്. കാരണം 60% അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 2-ലെ സോഴ്സസ്, ആർക്കിയോളജിക്കൽ, എപ്പിഗ്രഫിക് ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 75% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 3-ലെ പാലിയോളിത്തിക്, ഹണ്ടർ ഗ്യാദറേഴ്സ് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 45% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 4-ലെ മെസോളിത്തിക്, നിയോളിത്തിക് ആൻഡ് കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 5-ലെ ട്രാൻസിഷൻ ടു ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഏർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 30% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 6-ലെ ഒറിജിൻസ് ആൻഡ് ക്രോണോളജി ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 65% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 7-ലെ ഹാരപ്പൻ അർബൻ പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 8-ലെ ഹാരപ്പൻ ഇക്കോണമി, ക്രാഫ്റ്റ് ആൻഡ് ട്രേഡ് നെറ്റ്വർക്ക്സ് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 70% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 9-ലെ ഹാരപ്പൻ സോഷ്യൽ സ്ട്രക്ചർ, റിലീജിയൻ ആൻഡ് ഡീക്ലൈൻ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 65% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 10-ലെ ഏർലി വേദിക് സൊസൈറ്റി, പൊളൈറ്റി ആൻഡ് ഇക്കോണമി എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 55% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 11-ലെ ലേറ്റർ വേദിക് ചേഞ്ചസ്, അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് വർണ്ണ ഓർഡർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 65% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 12-ലെ സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് മഹാജനപദാസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 75% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 13-ലെ ബുദ്ധിസം ടീച്ചിങ്, സംഘ ആൻഡ് സ്പ്രെഡ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 85% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 14-ലെ ജൈനിസം ആൻഡ് അതേഴ്സ് റാമണിക് ട്രഡീഷൻസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 15-ലെ പേർഷ്യൻ മാസിഡോണിയൻ ഇൻവേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ടു എംപയർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 45% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 16-ലെ മൗര്യൻ സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 85% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 17-ലെ മൗര്യൻ ഇക്കോണമി, സൊസൈറ്റി ആൻഡ് അശോകാസ് ധമ്മ എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 18-ലെ പോസ്റ്റ് മൗര്യൻ പൊളൈറ്റീസ് ആൻഡ് റീജിയണൽ കിങ്ഡംസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 55% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 19-ലെ ഫാമിലി, ജെൻഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ഏർലി ഇന്ത്യ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ടോപ്പിക്സും എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഹൗ ടു സ്റ്റഡി ഹിസ്റ്ററി, നമ്മൾ ആ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററി ഏത് രീതിയിൽ പഠിക്കണം, ആ ഒരു ടോപ്പിക് എന്താണ് റെഗുലർ ആയിട്ട് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് ആണ്. Then second, at least one question on sources appear in a majority of recent papers. നമ്മൾ ഈ പേപ്പേഴ്സ് ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കിയ സമയത്ത് സോഴ്സസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെജോറിറ്റി എല്ലാ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്. Then Paleolithic material is tested mainly through notes and short answers.
ഇപ്പം പാലിയോളിത്തിക് ഏജിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്ട് നോട്ട് ആയിട്ടും ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ combined treatment of later prehistoric cultures occurs periodically as 5 to 10 mark questions. അപ്പം ഈ ലേറ്റർ പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 5 to 10 മാർക്കിനാണ് പൊതുവെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Then farming transition questions are less common and often merged with Unit 4 or Harappan themes. അപ്പം ഈ ഒരു ഫാമിംഗ് ട്രാൻസിഷൻ ക്വസ്റ്റ്യൻസ് അത് ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ പലപ്പോഴും ഹാരപ്പൻ ടീംസിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഫാമിംഗ് ട്രാൻസിഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Then background and chronology of Harappa frequently open Harappan sections. അപ്പം ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫ്രീക്വന്റ് ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ക്രോണോളജിയും ഒക്കെ ചോദിക്കാറുണ്ട്. Then full length essays on city planning and layout are favorite long answer sections. അപ്പം നമ്മളുടെ ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ള ഒരു ഹാരപ്പൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാരപ്പയുടെ സിറ്റി പ്ലാനിങ്ങിനെയും ലേഔട്ടിനെയും കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then trade and craft production often appear as standalone analytical question. ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണാറുള്ളത്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Then religion decline are asked but sometimes integrated into broader Harappan essays. അപ്പം ഈ റിലീജിയനും ഡീക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളതും ഹാരപ്പൻ എസ്സേസിനോട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. Then early Vedic society features in alternating session usually as medium questions. അപ്പം ഏർലി വേദിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് അത് പല സെഷൻസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മീഡിയം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. Then later Vedic changes agrarian based one are popular for comparative essays. ലേറ്റർ വേദിക് ചേഞ്ചസ്, അതായത് ഏർലി വേദിക് സൊസൈറ്റി എങ്ങനെയാണ്, ലേറ്റർ വേദിക് സൊസൈറ്റി എങ്ങനെയാണ്, അങ്ങനെ കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലേറ്റർ വേദിക് ചേഞ്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. Then second urbanization and Mahajanabada appear repeatedly as 10 to 15 mark questions. The second urbanization മഹാജനപദാസിന്റെ റൈസ് എന്നുള്ളത് ഒരു 10 to 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. Then Buddhism consistently attract at least one major question in most papers. Almost എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. Then Jainism is often paired with Buddhism or set as high value short note. ജൈനിസത്തിലേക്ക് വരുമ്പം പൊതുവെ ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിസത്തിനോടൊപ്പം പെയർ ചെയ്തിട്ടും ചോദിക്കാറുണ്ട്. അതായത് ഹെറ്ററോഡോക്സ് സെക്ട് ഏതാണ് അതിനെ കുറിച്ചിട്ട് പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ ജൈനിസവും ബുദ്ധിസവും ഒരുമിച്ച് എഴുതുന്ന തരത്തിലും ചോദിക്കാറുണ്ട്. Then invasions appear intermittently, often as context with Mauryan essays. ഇൻവേഷൻസ് മാസിഡോണിയൻ ആൻഡ് പേർഷ്യൻ ഇൻവേഷൻസ് എന്നുള്ളത് ഇന്റർമിറ്റന്റ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നോർമലി മൗര്യൻ എസ്സേസിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കാറുള്ളത്. Then Mauryan state structure is one of the most reliable long answer topics. മൗര്യൻ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ, അതായത് അവരുടെ അഡ്മിനിസ്ട്രേഷന് ഫോർമേഷന് എന്നുള്ളത് ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Then Ashoka's Dhamma and Mauryan society regularly appear across sessions. അശോകന്റെ ദമ്മയും മൗര്യൻ സൊസൈറ്റിയും ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Then post Mauryan polities get a medium attention, especially in comparative questions. പോസ്റ്റ് മൗര്യൻ പൊളൈറ്റിയെ കുറിച്ചിട്ട് കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. Then gender family questions appear more frequently in recent thematically oriented papers. ജെൻഡർ ഫാമിലി ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെന്റ് ആയിട്ട് പല സെഷൻസിലും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നോക്കാം. അപ്പം ടയർ 1 ഹൈ പ്രയോറിറ്റി. അപ്പം ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് സോഴ്സസ് ഫോർ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, ഹാരപ്പൻ അർബാനിസം ആൻഡ് ഇക്കോണമി, സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് മഹാജനപദാസ്, ബുദ്ധിസം, മൗര്യൻ സ്റ്റേറ്റ്, അശോകാസ് ധമ്മ. ഈ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ഏത് രീതിയിൽ പഠിക്കണം. അപ്പം ഈ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഒരു ഫുൾ ആയിട്ടുള്ള മോഡൽ എസ്സേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. Then create 1 page summary sheet. ഒരു സമ്മറി ഷീറ്റ് 1 പേജ് വരുന്ന സമ്മറി ഷീറ്റും ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് പ്രാക്ടീസ് റൈറ്റിംഗ് ഈച്ച് ആൻസർ ട്വൈസ് അണ്ടർ ടൈം. ഓരോ ആൻസേഴ്സും ഒരു 5 മിനിറ്റ്സിൽ ഔട്ട്ലൈനും 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ എസ്സേസ് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. എക്സാമ്പിൾ
ഇപ്പൊ സോഴ്സസ് ഫോർ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക് എടുക്കുക, എന്നിട്ട് ആ ടോപ്പിക്കിന്റെ ഒരു ഔട്ട്ലൈൻ 5 മിനിറ്റിൽ തയ്യാറാക്കുക. അതിനെ കുറിച്ചിട്ടുള്ള എസ് ഒരു 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓരോ ടോപ്പിക്കും ഒരു 2 തവണയെങ്കിലും എഴുതി നോക്കുക. ഇവിടെ ടോട്ടലി നമ്മൾ എത്ര ടോപ്പിക് പറഞ്ഞു? സോഴ്സസ് ഓഫ് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, ഹാരപ്പൻ അർബാനിസം ആൻഡ് ഇക്കോണമി, സെക്കൻഡ് അർബനൈസേഷൻ ഇൻ മഹാജനപദ, ബുദ്ധിസം, മൗര്യൻ സ്റ്റേറ്റ്, അശോകാസ് ധർമ്മ, 6 ഹൈ പ്രയോറിറ്റി ടോപ്പിക് പറഞ്ഞു. അപ്പം ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക് എന്തായാലും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ദെൻ ടീച്ച് ദ ടോപ്പിക് അലൗഡ് ടു എ പീർ ഓർ ടു യുവർ സെൽഫ്. നിങ്ങൾ ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഇപ്പോൾ ഔട്ട്ലൈൻ തയ്യാറാക്കുമ്പോൾ മെയിൻ പോയിന്റ്സ് ചെയ്തല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്നൊരു ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ടയർ 2 മീഡിയം പ്രയോറിറ്റി. മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്. ഹൈ പ്രയോറിറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ, concept of chronology of early Indian history, prehistoric cultures, Vedic society, early and later, Harappan origins and decline, Jainism, invasions, post-Mauryan polities, gender and family themes. സോ ഇതിൽ നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ്, കീ ടേംസ്, ഡേറ്റ്സ്, സ്കോളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി വെക്കാം. ദെൻ ഒരു 10 to 12 മാർക്സിന്റെ ഒരു മീഡിയം ലെങ്ത് ആൻസർ ഓരോ ടോപ്പിക്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദെൻ പ്രാക്ടീസ് മിക്സഡ് സെറ്റ്സ് ഓഫ് ഷോർട്ട് നോട്ട്സ് പ്ലസ് 1 അനലിസ്റ്റിക് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. ഇതിൽ ഒരു ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദെൻ ടയർ 3 ലോ പ്രയോറിറ്റി. മീഡിയം പ്രയോറിറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ട്രാൻസിഷൻ ടു ഫുഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് സബ് ടോപ്പിക്സും ആണ് ലോ പ്രയോറിറ്റിയിൽ വരുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അത് എന്താണെന്നുള്ളതൊന്ന് വായിച്ചു നോക്കാം, ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി, ക്വിക്ക് റിവിഷൻ ആയിട്ട്. ദെൻ ഒരു 150 to 200 വേർഡ്സിൽ നിങ്ങൾ നോട്ട്സ് എഴുതി നോക്കാം. ആൻഡ് ഓരോ ആൻസേഴ്സും ഒന്ന് എഴുതി നോക്കാം, എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. BA History Term Examination December 2025, BHIC 101, History of India First. Time 3 hour ആണ്, maximum mark 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section. All questions carry equal marks. Section 1 ആദ്യത്തെ question, describe the main categories of sources for the reconstruction of early Indian history. How do archaeological and literary sources complement each other in writing the history of early India? Second question, discuss the principal features of Paleolithic and Mesolithic cultures in India. In what ways did subsistence strategies and patterns of mobility shape their social life? Third one, examine the characteristic traits of the mature Harappan urban system with reference to town planning and craft production. What do this reveal about the nature of Harappan society in economy? Then fourth one, short notes ആണ്. 4 short note topics തന്നിട്ടുണ്ട്. First one, Neolithic, Chalcolithic farming communities in India. Second one, later Harappan phases and regional cultures. Third one, religion and ritual in early Vedic society. Fourth one, rock art as a source for prehistoric India. Then section 2 ആദ്യത്തെ question, analyze the process that led to the second urbanization in the middle Ganga valley. Discuss the main features of Mahajanapadas that emerged in this context. Then next one, explain the key doctrines of Buddhism and discuss the social and economic factors that contributed to its growth and spread in early India. Seventh one, evaluate the structure of the Mauryan state with a special reference to Ashoka's reign. How did administrative arrangements support his policy of Dhamma? Then eighth one, short notes ആണ്. First topic, rise of Magadha as an imperial power. Second one, megalithic culture of peninsular India. Third one, inscriptions and coins as source for Mauryan and post-Mauryan history. Then fourth one, position of women and the family in early Indian society. ഇതാണ് mock predictive question paper. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് നമ്മളുടെ ലേൺ വൈസ് ആപ്പിൽ PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫയലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിൽ ഓരോ ക്വസ്റ്റ്യനും ഏത് രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും എക്സാം നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ എഴുതുക. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.
വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.